അടുത്ത 18ാമത്തെ ചോദ്യമാണ്. 18ാമത്തെ ചോദ്യം ഇതാണ്. ഇൻ്റഗ്രേഷൻ എന്ന് വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത് അത്യാവശ്യം ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു ചോദ്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ചോദ്യം തന്നെയാണ്. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റും. കുറച്ച് ട്രിക്കുകളൊക്കെ യൂസ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പം എക്സാമിൻ്റെ ടൈമിൽ നമുക്കത് ഓർമ്മ വരിക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പക്ഷെ എല്ലാവർക്കും ചിലപ്പോൾ ഇത് അപ്രോച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവത്തില്ല ഈ ക്വസ്റ്റിന്. എന്നാലും നമുക്കിത് നോക്കാം എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. ഓക്കെ, ഇഫ് ദ വാല്യൂ ഓഫ് ദ ഇൻ്റഗ്രൽ ഇതാണ്ട് integral minus pi by 2 to pi by 2 x square cos x divided by 1 plus pi raised to x plus 1 plus sin square x divided by 1 plus e raised to sin x raised to 2023 dx equal to pi by 4 into pi plus a minus 2. Then the value of a, ഈ എയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദ്യം ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചോണേ. അതായത് ഈ ഒരു ഫോർമാറ്റ് നോക്കണം. അതായത് ഇതൊരു ഈവൻ ഫംഗ്ഷൻ ആണ് അല്ലേ. എക്സ് സ്ക്വയർ കോസ് എക്സ് ഒരു ഈവൻ ഫംഗ്ഷൻ. അതായത് ഇവിടെ നോക്കിയേ 1 പ്ലസ് സൈൻ സ്ക്വയർ എക്സ് എന്നാണ് അല്ലേ. അപ്പോൾ ഇതും എന്താണ്, ഒരു ഈവൻ ഫംഗ്ഷനാണ്. ദെൻ ഡിനോമിനേറ്റർ നോക്കിയേ 1 പ്ലസ് എ റൈസ് ടു എക്സ് ഫോർമാറ്റിലാണ്. ഇവിടെയും നോക്കിയേ 1 പ്ലസ് എ റൈസ് ടു എക്സ് ഫോർമാറ്റിലാണ്. അങ്ങനെയാണെങ്കിൽ മൈനസ് പൈ ബൈ 2 ടു പൈ ബൈ 2 ആണെന്ത് നമ്മുടെ ലിമിറ്റും കിടക്കുന്നത് അല്ലേ. നമ്മുടെ അപ്പർ ലോവർ ലിമിറ്റ് നമുക്ക് കിടക്കുന്നത്. അപ്പം ഇങ്ങനെ വരുവാണെങ്കിൽ നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഈ പ്രോപ്പർട്ടി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഇൻ്റഗ്രൽ മൈനസ് എ to a even function, okay, even function divided by 1 plus a raised to x എന്നാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, integral 0 to a even function dx എന്ന് നമുക്ക് എഴുതാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു രീതിയിൽ ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇവിടെ ചെയ്യാൻ പോകുന്നത്. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈവൻ ഫംഗ്ഷൻ ഉണ്ട്. 1 പ്ലസ് സൈൻ സ്ക്വയർ എക്സ് അത് ഈവൻ ഫംഗ്ഷൻ ആണ്. ദെൻ താഴത്തെ ഫോർമാറ്റ് സെയിം തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഇവനെ സിംപ്ലിഫൈ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്താ വരുന്നത് നോക്കിക്കേ, ഇവിടെ എക്സ് സ്ക്വയർ കോസ് എക്സും ഇവിടെ 1 പ്ലസ് സൈൻ സ്ക്വയർ എക്സും വരും. നമ്മുടെ ലിമിറ്റ് എവിടെ നിന്ന് വരും, ഇൻ്റഗ്രൽ 0 to a വരെ ആയിരിക്കും വരുന്നത്. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ മക്കളെ? അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്, നോക്കിക്കോണേ. അടുത്ത സ്റ്റെപ്പ് എഴുതുന്നു. ഇൻ്റഗ്രൽ 0 to a നമുക്ക് ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷൻ ആണല്ലോ ഉണ്ടായിരുന്നത്. എന്താ വരുന്നത്, എക്സ് സ്ക്വയർ കോസ് എക്സ് പ്ലസ് എന്താ വരുന്നത് 1 പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഇത്രയുണ്ടായിരുന്നല്ലോ അതിനകത്ത് ഡി എക്സ്. ഇനി നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവിടെ നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യുവാണെങ്കിൽ 1ൻ്റെ വരുമ്പോഴത്തേക്ക് നമുക്കറിയാം എക്സ് ആണെന്നറിയാം. ദെൻ ഇതിൻ്റെ അപ്പർ ലിമിറ്റ് ഇവിടെ എക്ക് പകരം നമ്മുടെ ക്വസ്റ്റിൻ്റെ ലിമിറ്റ് എന്തായിരുന്നു, പൈ ബൈ 2 ആയിരുന്നു അല്ലേ. ഓക്കെ, മൈനസ് പൈ ബൈ 2 ആയിരുന്നു. അപ്പോൾ നമ്മുടെ ക്വസ്റ്റിലെ പൈ ബൈ 2 ആണ്. അപ്പോൾ ഇതുകൊണ്ട് ഇവിടെ 0 to പൈ ബൈ 2. ദെൻ ഇവിടെ 1 ഉണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ഇൻ്റഗ്രേഷൻ കൊടുക്കുവാണെങ്കിൽ 1ൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയാം എക്സ് ആണെന്നറിയാം. അപ്പോൾ നമ്മൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്തു കഴിഞ്ഞാൽ അതെന്തായി മാറും, പൈ ബൈ 2 ആകും അല്ലേ. ക്ലിയർ ആണല്ലോ മക്കളെ? നമുക്കപ്പോൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാം. പൈ ബൈ 2 കിട്ടും. ദെൻ നെക്സ്റ്റ് ഇത് ഓരോന്ന് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് പറയുന്നത്. ദെൻ അടുത്തതാണ് ഇതൊന്ന് നോക്കിക്കേ, ഇൻ്റഗ്രൽ 0 to പൈ ബൈ 2 സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ്. ഓക്കെ, ഇത് വാല്യൂസ് തിയറം വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, വാല്യൂസ് തിയറം വെച്ചിട്ട് നമുക്കിത് ഈസി ആയിട്ട് ഇതിൻ്റെ ആൻസർ പറയാൻ പറ്റും. 1/2 ഇൻറ്റു പൈ ബൈ 2 നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന് ഡയറക്റ്റ്ലി എഴുതാമല്ലോ, പൈ ബൈ 4 എന്ന് എഴുതാം. ക്ലിയർ ആണല്ലോ? ദെൻ അടുത്ത് നമുക്കൊരു കാര്യം മാത്രമേ ഉള്ളൂ, 0 to പൈ ബൈ 2 എക്സ് സ്ക്വയർ കോസ് എക്സ്. ക്ലിയർ ആണല്ലോ? എക്സ് സ്ക്വയർ കോസ് എക്സ്. ദെൻ ഇതിൻ്റെ മാത്രം എന്ത് ചെയ്താൽ മതി, നമ്മളിനി ഇൻ്റഗ്രേഷൻ അത് കണ്ടുപിടിച്ചിട്ട് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പം ഇത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ചിട്ടാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ചിട്ട് നമ്മൾ ചെയ്യും. ദെൻ ഇത് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും, 3 പൈ ബൈ നമുക്ക് 4 എന്ന് കിട്ടും. ഓക്കെ, 3 പൈ ബൈ 4 എന്ന് കിട്ടും. ദെൻ ബാക്കി നോക്കിക്കേടാ, ഇതിന് ഇനി എന്താ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് എന്ത് വരും, എക്സ് സ്ക്വയർ സൈൻ എക്സ്. ദെൻ എന്ത് വരും, 0 to പൈ ബൈ 2 മൈനസ് എക്സ് സ്ക്വയർ 2x വരും. അപ്പോൾ 2 ഞാൻ പുറത്തെടുത്തു. 2 0 to പൈ ബൈ 2 എക്സ് സൈൻ എക്സ് ഡി എക്സ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ദെൻ നെക്സ്റ്റ് നോക്കിക്കേ, അടുത്ത് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. 3 പൈ ബൈ 4
പ്ലസ് നോക്കിക്കേ ഇവിടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ എന്ത് വരും, ഇവിടുത്തെ വാല്യൂ വന്നിട്ട് നമുക്ക് π² എന്ന് വരും. ഓക്കെ, π² എന്ന് വരും. ദെൻ -2 ഇൻറ്റു ദെൻ ഇത് നമുക്ക് ചെയ്യാം, എഗെയിൻ അത് ചെയ്യണം, ഇൻ്റഗ്രേഷൻ ചെയ്യണം. അപ്പോൾ എന്ത് വരും, x ഇൻറ്റു cos x 0 to π/2 പ്ലസ് എന്ത് വരും 0 to π/2 നമുക്ക് എന്ത് വരും cos x dx എന്ന് വരും. ക്ലിയർ ആണല്ലോ? ജസ്റ്റ് ഇൻ്റഗ്രേഷൻ ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പം ഓരോ സ്റ്റെപ്പും സൂക്ഷിച്ച് ചെയ്യുക. ദെൻ ആ പ്രോപ്പർട്ടി അറിയെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ഇതിലേക്ക് വരാം. ദെൻ ബാക്കിയുള്ള കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 3π/4 പ്ലസ് π² -2 ഇൻറ്റു ദെൻ ബാക്കി നോക്കിക്കുക മക്കളെ, ഇതാ ഇവിടെ നിങ്ങൾ ഈ π/2 വാല്യൂ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് എന്താവും, ഇത് നമുക്ക് 0 ആയിട്ട് പോകും അല്ലേ. ദെൻ ഇത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, 1 ആയിരിക്കും നമുക്ക് വാല്യൂ വരുന്നത് അല്ലേ. 0 to π/2 cos x dx എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും, 1 ആയിരിക്കും നമുക്ക് ആൻസർ വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതാണ് ഇവിടെ 1 വരും. ദെൻ ബാക്കി എന്ത് വരും, 3π/4 പ്ലസ് π² -2 എന്നാണ് വരുന്നത് അല്ലേ. അപ്പം നമുക്ക് π/4 കോമൺ ആയിട്ട് ഒന്ന് പുറത്തെടുക്കാം. π/4 എടുത്തു കഴിഞ്ഞാൽ ബാക്കി 3 + π -2 എന്ന് വരും. നോക്കിക്കേ, ഇനി ഇത് കമ്പയർ ചെയ്ത് നോക്കിക്കേ നമ്മുടെ ക്വസ്റ്റിനെ തന്നിരിക്കുന്ന സാധനമായിട്ട്. π/4 ഇൻറ്റു π + a -2 ദ സെയിം സാധനം കിട്ടിയില്ലേ, π/4 ഇൻറ്റു 3 + π -2 എന്ന് വരും. അപ്പോൾ അതിൻ്റെ എയുടെ വാല്യൂവിൻ്റെ അടുത്ത് നമുക്ക് എന്താ കിട്ടുന്നത്, 3 ആണ് കിട്ടുന്നത്. അപ്പോൾ a = നമുക്ക് എത്ര കിട്ടി, 3 എന്ന് കിട്ടി. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്, ഓപ്ഷൻ എ അല്ലേ, ഫസ്റ്റ് ഓപ്ഷൻ 3 ആണ് നമ്മുടെ ആൻസർ.